ഡിയർ ഫ്രണ്ട്സ്, എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ ഓഫീസുകളിലും ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സൽ. എക്സലിനകത്ത് നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും, റെസിപ്റ്റ്സ്, പേയ്മെൻറ്റ്സ് എല്ലാത്തിൻ്റെയും പ്രിൻ്റ് എടുക്കും, റിപ്പോർട്ട്സ് ഉണ്ടാക്കും, ചാർട്ട്സ് ഉണ്ടാക്കും, പിവറ്റ് ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് എക്സൽ. അപ്പോൾ എക്സലിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇതാണ് പുതിയ ഒരു എക്സൽ ഷീറ്റ് തുറന്നാൽ ഇങ്ങനെയായിരിക്കും നമുക്കൊരു പുതിയ എക്സൽ ഷീറ്റ് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എക്സലിൻ്റെ മെയിൻ ടാബ് ഏതൊക്കെയാണ്, എന്താണ് വർക്ക് ബുക്ക്, കോളം, റോ, സെൽ, ടേബിൾ, സെൽ വാല്യൂ, റേഞ്ച് എന്താണ്, കോപ്പി പേസ്റ്റ് എങ്ങനെ ചെയ്യാം, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ ഫോർമാറ്റ്, സെൽ എഡിറ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സലിൻ്റെ ടാബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡ്രോ, പേജ് ലേഔട്ട്, ഫോർമുല, ഡേറ്റ, റിവ്യൂ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഓരോ ടാബ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ എക്സലിൽ ഈ ഡ്രോ ടാബ്, ഡെവലപ്ഡ് പെർ ടാബ് ആദ്യം കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് ഫയൽ എന്ന ഓപ്ഷൻസിൽ പോയിട്ട് കസ്റ്റമൈസ് റിബൺ അവിടെ വന്നിട്ട് ഈ ഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ ടിക്ക് ഡ്രോ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടും ടിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കും. അപ്പോൾ നമുക്കിതിവിടെ ഡിസ്പ്ലേയിൽ വരുന്നതാണ്. ഇനി ഈ താഴെ കാണുന്ന ഈ പോർഷനാണ് റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബണിനകത്ത് ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ഫങ്ഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്നൊരു ഗ്രൂപ്പ്, ഫോണ്ട് എന്ന ഒരു ഗ്രൂപ്പ്, അലൈൻമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ്, നമ്പേഴ്സ്, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിംഗ് എന്നിട്ട് ആണ് ഈ റിബണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹോം ടാബിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് ഹൈഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഹൈഡ് ആവും. അപ്പോൾ തിരിച്ച് നമുക്ക് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പിൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ പിന്നായിട്ട് നിൽക്കും. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ മെയിൻ ടാബ് എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കി. ഇനി നമുക്ക് ഈ എക്സൽ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഷീറ്റ് അല്ലെ വർക്ക് ബുക്ക്. അപ്പോൾ എക്സലിൽ ഓരോ ടാബിൽ ഓരോ ഷീറ്റാണ്. അപ്പോൾ ഒരു ഷീറ്റിനെയാണ് നമ്മൾ ഒരു വർക്ക് ഷീറ്റ്, ഇതിനെയാണ് നമ്മളൊരു കുറേ സെൽസ് ഉള്ള ഈ ഒരു ഷീറ്റിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ കുറേ വർക്ക് ഷീറ്റിൻ്റെ ഒരു ഫയലിനെയാണ് നമ്മളൊരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കോളംസ് കാണാം. ഓരോരോ കോളം ഓരോരോ സെല്ലാണ്. ആദ്യം ഓരോരോ സെല്ലാണ് ഈ എക്സലിനകത്ത് മൊത്തം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോളം, ഇപ്പോൾ GF എന്ന് പറയുന്നൊരു കോളം, G എന്ന് പറയുന്നൊരു കോളം, H എന്ന് പറയുന്ന കോളം. അതുപോലെ തന്നെ റോസ്, ഇവിടെ 1, 2, 3 എന്നാണ് റോസിന് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് G കോളത്തിലെ സെക്കൻഡ് റോയാണ്. അതാണ് സെൽ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഈ നെയിം ബോക്സിൽ നമ്മുടെ ഏത് സെല്ലാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് H17 റോയിലെ H, ഇതാണ് നമ്മുടെ സെൽ. ഇവിടെയാണ് ഇതിൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇതിന് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഫോർമുല ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ റോ എന്താണെന്ന് നോക്കി, കോളം എന്താണെന്ന് നോക്കി, സെൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സൽ എന്ന് പറയുന്നത് കുറേ സെൽ ചേർന്നിട്ടുള്ള ഒരു ഷീറ്റാണ് എക്സൽ. അപ്പോൾ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ കുറേ സെല്ല് നമുക്ക് ചേർത്ത് ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഒരു ടേബിൾ. അപ്പോൾ ഈ ടേബിൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നെയിം ബോക്സ്, അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം അവിടെ 16R ആൻഡ് *8C എന്നുണ്ട്. അതായത് നമ്മുടെ ഈ ടേബിളിനകത്ത് 16 റോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 8 കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സെൽ G2 തൊട്ട് N17 വരെ ഉള്ളതാണ് ഈ സെല്ലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ ഈ ടേബിൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ടേബിളിൻ്റെ
ഈ ടേബിൾ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കോപ്പി പേസ്റ്റ്. അപ്പോൾ ഇതൊരു ചെറിയ ടേബിളാണ്. ഓക്കെ. അപ്പോൾ ഈ ടേബിളിനകത്ത് നമ്മളിപ്പോൾ ഫോണ്ട്, ഈ ടേബിളിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലാണോ നമ്മൾ ഫോണ്ട് മാറ്റേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഫോണ്ട് എന്നുള്ള ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ഫോണ്ട് മാറി. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് കൂട്ടി കൊടുക്കാം, സൈസ് നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ ബോൾഡാക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ടേബിളിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ടേബിളിൻ്റെ ഡേറ്റ എങ്ങനെ അലൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ ഈ റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ റൈറ്റ് അലൈൻമെൻറ്റ് ഉള്ള ബട്ടൺ ഞെക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് സെൻറ്റർ അലൈൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് റാപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു എക്സൽ എന്നുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഈ സെല്ലിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അത് ഈ പ്രത്യേകിച്ച് 2 സെല്ലിലോട്ടുമായിട്ട് കാണാം. അപ്പം എനിക്കത് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സെല്ലിൽ തന്നെ എനിക്കിത് മുഴുവൻ വരണം. അപ്പോൾ ഞാനതിനെ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഞാൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അത് ഒരു സെല്ലിലായിട്ട് വന്നു. പിന്നെ എനിക്കിതിനെ സെൻറ്റർ റൈറ്റ് ഇങ്ങനെ അലൈൻ ചെയ്യാം. അതുപോലെ തന്നെ എനിക്കിങ്ങനെയല്ലായിരുന്നു വേണ്ടത്. എനിക്കിതിനെ ഈ 3 സെല്ലിലായിട്ട് ഇതിൻ്റെ മുകളിലൊരു ഹെഡിങ് പോലെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3 സെല്ലും കൂടെ സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മെർജ് ആ 3 സെല്ലും കൂടെ ഒറ്റ സെല്ലായിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് അത് അലൈൻ ചെയ്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ബോൾഡ് ചെയ്തിട്ട് ഒരു ടേബിളിൻ്റെ ഹെഡിങ് ആയിട്ട് അലൈൻ ചെയ്യാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ്. ഇപ്പോൾ ഈ എമൗണ്ട് നമ്മുടെ ഈ നമ്പേഴ്സിന് എനിക്കിപ്പം ഡെസിമൽ പോയിൻറ്റ്സ് വേണം, അല്ലെങ്കിൽ പോട്ടെ എനിക്ക് കറൻസി വേണം. ഇപ്പോൾ കറൻസി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോളർ സൈൻ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഡോളർ സൈൻ വരുന്നതാണ്. അതുപോലെ ഡെസിമൽ പോയിൻറ്റ്സ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എത്ര ഡെസിമൽ പോയിൻറ്റ്സ് വേണമെങ്കിലും ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്പർ ഫോർമാറ്റ് ചെയ്യുന്നതിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നമ്പർ അടിച്ചു. ഇത് നമ്മളിങ്ങനെ നമ്മുടെ സെല്ല് ഇങ്ങനെ വരുന്ന കാണാം. +9.91E11. ഇതിന് ആക്ച്വലി നമ്മുടെ സെൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ നമുക്ക് ഡിസ്പ്ലേ ഇവിടെ വരുന്നത് ബിക്കോസ് അതിൻ്റെ ഫോർമാറ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ പോയിട്ട് നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. നമ്പർ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെസിമൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഡെസിമലിനെ കുറയ്ക്കുക. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു എമൗണ്ട് കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ഈ സെല്ലിനകത്ത് എത്ര ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു എമൗണ്ട് അടിക്കുക. അപ്പോൾ ഒരു ഗ്രേറ്റർ ദാൻ 35 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 35 ഒക്കെയാണ് അതിന് നമുക്ക് റെഡ് ഹൈലൈറ്റിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഞാൻ വേറൊരെണ്ണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബിറ്റ്വീൻ 35 to 65 കൊടുക്കുകയാണെങ്കിൽ അത് സെലക്ട് ആയിട്ട് വരും. അങ്ങനെ നമുക്കിവിടെ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ ആ സെല്ലിൽ ആ കളറിൽ വരും. അതുപോലെ തന്നെ ഇനി നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേറ്റാ ബാസ്, ഇപ്പോൾ ഓരോ സെല്ലിലും ഒരു ഗ്രാഫ് പോലെ വരണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് അവിടെ അതിൻ്റെ ആവറേജ് ഒരു ഗ്രാഫ് ആ സെല്ലിൽ ഒരു കളറ് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇനി സെല്ല് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു സെല്ല് ആഡ് ചെയ്യണം, അതിൽ ഒരു സെല്ലിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിൽ നിന്നിട്ട് കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിലൂടെ അതേ ഫോർമാറ്റിൽ ഇവിടെ ഇൻസേർട്ട് ആവുന്നതാണ്. ഇനി ആ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ സെൽ ഇൻസേർട്ട് എന്നുള്ള ഇവിടെ റോ ആഡ് ചെയ്യണമെങ്കിലും അതെന്ന് വെച്ചാൽ റോ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ഇടയ്ക്ക് ഒരു റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ റോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ ഒരു റോയും കൂടെ ആഡ് ചെയ്യും. കൺട്രോൾ മൈനസ് അടിച്ചാൽ ആ റോ ഡിലീറ്റ് ആവുകയും ചെയ്യുന്നതാണ്.
ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഓട്ടോ സം, എനിക്കതിൻ്റെ ഒരു സം കാണുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ സം വരുന്നതാണ്. ഇനി സം അല്ല, ഇനി ആവറേജ് നോക്കണമെന്നുണ്ടെങ്കിൽ ആവറേജ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 43 ആണ് അതിൻ്റെ ആവറേജ്. ഇനി അടുത്തൊരു ഓപ്ഷൻ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ മാക്സിമം, എത്രയാണ് അവിടുത്തെ മാക്സിമം വാല്യൂ അറിയാനായിട്ട് അവിടെ എത്ര സെല്ലുണ്ട് അത്രയും സെല്ല് സെലക്ട് ചെയ്തിട്ട് മാക്സ് ക്ലിക്ക് ചെയ്യുക. മാക്സ് എത്രയാണ് ഇവിടെ ഉള്ളത്? 60 എന്ന് അവിടെ വന്നിട്ടുണ്ട്. ഇനി മിനിമം വാല്യൂ ആണെങ്കിൽ മിനിമം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഹോം ടാബിലുള്ള റിബണിലുള്ള മെയിൻ ഓപ്ഷൻസ്. ഇവിടെ ഒരു സോർട്ട് ആൻഡ് ഫിൽറ്റർ കൂടെ നമുക്കിവിടെ സോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ കാണിക്കാം. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, അപ്പോൾ ഇതുപോലെ തന്നെ ടേബിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് പോയിട്ട് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ മെയിൻ ടാബിനെ കുറിച്ച് പറഞ്ഞു, വർക്ക് ബുക്കിനെ പറഞ്ഞു, റോ പറഞ്ഞു, സെൽ, ടേബിൾ, കോപ്പി പേസ്റ്റ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സെൽ എഡിറ്റിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഹോം ടാബിലുള്ള എല്ലാ ഓപ്ഷൻസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സലിലെ ബേസിക് ഫങ്ഷൻസ് എങ്ങനെ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ഒരു ടേബിളിൽ സം, ആവറേജ്, ഏതൊക്കെ ഫോർമുല എങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.